നമസ്കാരം. ഇതുവരെയുള്ള സമഗ്ര വാർത്തകളുമായി ന്യൂസ് അറ്റ് 6 PM ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് അതിതീവ്ര മഴ. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഉരുൾപൊട്ടി. കോഴിക്കോട് കനത്ത മഴ. മഴക്കെടുതിയിൽ മരണം 8 ഇടുക്കിയിൽ 4 മരണം. കോട്ടയത്ത് അമ്മയ്ക്കും മകനും ദാരുണാന്ത്യം. മലപ്പുറത്ത് 4 വയസ്സുകാരനും 2.5 വയസ്സുകാരനും ഒഴുക്കിൽ പെട്ട് ദാരുണാന്ത്യം. റാന്നി നഗരം വെള്ളത്തിൽ മുങ്ങി. താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നു. സംസ്ഥാനത്ത് മഴ തുടരും. അടുത്ത 3 മണിക്കൂറിൽ 9 ജില്ലകളിൽ റെഡ് അലർട്ട്, 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ മന്ത്രിമാർക്ക് നിർദ്ദേശം. മഴക്കെടുതി സാഹചര്യം വിലയിരുത്തി മുഖ്യമന്ത്രി. വയനാട് താമരശ്ശേരി ചുരത്തിലൂടെയുള്ള യാത്ര കഴിവതും ഒഴിവാക്കണമെന്ന് ജില്ലാ കളക്ടർ. മലയോര തീരദേശ മേഖലകൾക്ക് ജാഗ്രതാ നിർദ്ദേശം. കൊല്ലം നീണ്ടകരയിൽ വള്ളം മറിഞ്ഞ് 1 മരണം. തങ്കശ്ശേരിയിലും നീണ്ടകരയിലുമായി വള്ളം മറിഞ്ഞ് 7 പേരെ കാണാതായി. തിരുവനന്തപുരം മുതലപ്പുഴയിൽ കാണാതായ 2 പേർക്കായി തിരച്ചിൽ തുടരുന്നു. രക്ഷാപ്രവർത്തനം വൈകിയതിൽ പ്രതിഷേധം. PM ശ്രീ പദ്ധതിയെ ചൊല്ലിയുള്ള പുതിയ വിവാദത്തിൽ UDF-നുള്ളിൽ അതൃപ്തി തുടരുന്നു. അന്തിമ തീരുമാനം വൈകുമെന്ന് സൂചന. മുസ്ലിം ലീഗിന്റെ പരസ്യ വിമർശനവും കോൺഗ്രസിന് തലവേദന. സംഘപരിവാറിന് UDF അണികളെ ഒറ്റുകൊടുത്തു കിട്ടുന്ന ബ്ലഡ് മണിയാണ് PM ശ്രീ ഫണ്ടെന്ന് പ്രതിപക്ഷ നേതാവ്. പുനർജനി കേസ് അവസാനിപ്പിച്ച നടപടി സർക്കാർ പരിശോധിക്കണമെന്ന് പിണറായി വിജയൻ. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP കൗൺസിലർ സുഗതന്റെ അവധി അപേക്ഷ സംബന്ധിച്ച ആഭ്യന്തര വകുപ്പിന്റെ സർക്കുലറിൽ വിവാദം പുകയുന്നു. അണ്ടർ സെക്രട്ടറിക്കെതിരെ കർശന നടപടിക്ക് സാധ്യത. കോൺഗ്രസ് RSS ഡീൽ ഉയർത്തി പ്രതിഷേധത്തിനൊരുങ്ങി LDF. സുഗതന്റെ അവധിക്കെതിരെ CPM ഹൈക്കോടതിയെ സമീപിക്കും. കാപ്പ കേസിലെ പ്രതിയെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയെന്ന് പിണറായി വിജയൻ. പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരായ സമരത്തിനിടെ തനിക്കും അമ്മയ്ക്കുമെതിരെ അധിക്ഷേപകരമായ ഭാഷാ പ്രയോഗമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വഴിതെറ്റിയ ഇത്തരം കുട്ടികളോട് ക്ഷമിക്കുന്നുവെന്നും നിയമ നടപടികളിലേക്ക് വലിച്ചിഴയ്ക്കുന്നത് പ്രശ്നപരിഹാരമല്ലെന്നും മോദി. വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടിയിൽ നരേന്ദ്രമോദിയോട് ക്ഷമാപണം ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം രാജ്യത്തിന് മാപ്പ് നൽകിയെന്ന് കോൺഗ്രസ്. തിരുവനന്തപുരത്തെ തീരപ്രദേശങ്ങളായ വിഴിഞ്ഞത്തും മുതലപ്പുഴയിലും ഇന്ന് അക്ഷരാർത്ഥത്തിൽ ദുരിതപ്പെയ്ത്തായിരുന്നു. മത്സ്യബന്ധനത്തിന് പോയവർ അപകടത്തിൽപ്പെട്ടതും രക്ഷാപ്രവർത്തനം വൈകിയതും ആശങ്കയ്ക്കും പ്രതിഷേധത്തിനും കാരണമായി. മുതലപ്പുഴയിൽ ഇന്നലെ രാത്രി നടന്ന അപകടത്തിൽ കാണാതായത് 2 പേരെയാണ്. അപകടം നടന്ന് 16 മണിക്കൂർ പിന്നിടുമ്പോഴും രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നില്ല. 4 മണിക്ക് പറഞ്ഞ് 4 മണിക്ക് തെരച്ചിൽ നടക്കുമെന്ന് കണ്ടില്ല. 5 മണിയായിട്ട് 5 മണിക്ക് തെരച്ചിൽ നടക്കുമെന്ന് പറഞ്ഞ് കണ്ടില്ല. ഞങ്ങൾ 5:30 അവിടെ ഉണ്ട്. 5:30 പോയതിനു ശേഷം 6-6:15 എപ്പോഴാണ് ഇവിടെ നിന്ന് പോലീസ് വരുന്നത്. അതുവരെ ഒരു തെരച്ചിലില്ല. ഇവിടെ വിളിച്ചുറഞ്ഞ് കോസ്റ്റ് ഗാർഡ് ഉണ്ട്, അവരുണ്ട് തെരച്ചിലിന്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു അപകടം നടക്കുന്നവർക്കറിയാം, മഴയും കാറ്റും വരുമ്പോ അപകടം നടക്കുന്നവർക്കറിയാം. അപ്പൊ എന്തുകൊണ്ട് ഒരു കോസ്റ്റ് ഗാർഡിന്റെ കപ്പലിനെ അവർ നിയമിച്ചില്ല? നടപടികൾ വൈകിയതോടെ പ്രതിഷേധത്തിന്റെ രൂപം മാറി. വിഴിഞ്ഞത്ത് 5 പേരാണ് മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് അപകടത്തിൽപ്പെട്ടത്. 4 പേർ രക്ഷപ്പെട്ടപ്പോൾ ഒരാളെ കാണാതായി. കാലാവസ്ഥ പ്രതികൂലമായത് തെരച്ചിലിനും തിരിച്ചടിയായി. അവർ പറഞ്ഞത് നമ്മൾ അറിഞ്ഞത് അത് 4:30 ഇത് പള്ളിയിൽ എന്തൊരു പറഞ്ഞൊന്ന് ഇത് ഇങ്ങനെ പണിക്ക് പോകണ്ടെന്ന് പറഞ്ഞു. ആ 4:30 നമ്മൾ പോയത്. 2-2:15 നമ്മൾ പോയത്. രാവിലെ മന്ത്രി CP ജോൺ സ്ഥലത്തെത്തിയിരുന്നു. റെസ്ക്യൂ ബോട്ടിന്റെ ഇൻഷുറൻസ് തീർന്നതും ഡീസലിന്റെ അപര്യാപ്തതയും നടപടികൾ വൈകിപ്പിച്ചു എന്ന വിമർശനവും ഉയർന്നു. ഇബിജോൺ തോമസ്, അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പുകൾ ശക്തമാക്കിയ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അടുത്ത 24 മണിക്കൂർ കൂടി സംസ്ഥാനത്ത് അതീവ ജാഗ്രത വേണമെന്ന നിർദ്ദേശമുണ്ട്. മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് കാണാതായവർക്കുള്ള തിരച്ചിലും തുടരുകയാണ്. വിവരങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ ചേരുന്നു. ആതിര, വരുന്ന മണിക്കൂറിലും അതീവ ജാഗ്രതയോടുകൂടി സംസ്ഥാനം മുന്നോട്ട് പോകണമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. നിലവിൽ മൊത്തത്തിൽ സംസ്ഥാനത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് ഏകോപിപ്പിക്കുന്നത്? കാരണം മന്ത്രിമാർക്ക് മുഖ്യമന്ത്രി സാഹചര്യങ്ങൾ വിലയിരുത്തി നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ടല്ലോ.
അമ്പിളി, തീർച്ചയായിട്ടും വരുന്ന മണിക്കൂറുകളിലും അതിശക്തമായുള്ള അതിതീവ്രമായിട്ടുള്ള മഴയുടെ സാധ്യതയാണ് മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ജാഗ്രതയോടെ ഇരിക്കണമെന്ന നിർദ്ദേശം കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ന് നിലവിൽ 9 ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്നിപ്പോൾ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ജില്ലകളിലൊക്കെ തന്നെ ഏകദേശം 204 മില്ലിമീറ്റർ വരെ മഴ പെയ്യാനുള്ള സാധ്യതയാണ് മുന്നിലുള്ളത്. പ്രത്യേകിച്ച് തീരദേശ മേഖലകളിലും അതുപോലെ തന്നെ മലയോര മേഖലകളിലുമുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ മലവെള്ളപ്പാച്ചിലും അതുപോലെ തന്നെ മിന്നൽ പ്രളയങ്ങളും ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ സംസ്ഥാനം ഒട്ടാകെ വലിയ രീതിയിലുള്ള ജാഗ്രതയിലാണ്. പലയിടത്തും ഇത്തരത്തിൽ കൺട്രോൾ റൂമുകൾ ഉൾപ്പെടെ തുറന്നിട്ടുണ്ട്. ആ ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് ഈ മലയോര മേഖലകളിൽ ഇത്തരത്തിൽ അപകട സാധ്യതാ മേഖലകളിൽ താമസിക്കുന്നവർ ഈ ദുരന്ത സ്കൂളുകളിലൊക്കെ മറ്റുമായിട്ട് മാറി താമസിക്കണമെന്ന നിർദ്ദേശങ്ങളൊക്കെ തന്നെ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പായി നൽകിയിട്ടുണ്ട്. ഈ പലയിടങ്ങളിലും ഉദ്യോഗസ്ഥരൊക്കെ തന്നെ സജ്ജരാണ്. അത്തരത്തിൽ നിലവിൽ കാര്യങ്ങളൊക്കെ തന്നെ സർക്കാർ സംവിധാനങ്ങളും ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു സമയം കൂടിയാണ്. അതിനുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ മുഖ്യമന്ത്രിയും മറ്റ് വകുപ്പ് മന്ത്രിമാർക്ക് ഉൾപ്പെടെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും നിലവിൽ ശക്തമായ രീതിയിലുള്ള ജാഗ്രത വരുന്ന അടുത്തൊരു 24 മണിക്കൂറുകൾ കൂടി ശക്തമായ മഴ തുടരുമെന്ന ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ജനങ്ങളൊക്കെ തന്നെ കൃത്യമായ രീതിയിൽ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്ത് പലയിടത്തും ഉരുൾപൊട്ടലും അതുപോലെ തന്നെ മണ്ണിടിച്ചിൽ ഉൾപ്പെടെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം, ജീവനുകൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെ ഉണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കുട്ടികളെ ഉൾപ്പെടെ ഇത്തരത്തിൽ നദീതീരത്തോ വെള്ളങ്ങളിലോ തോടുകളിലോ ഒന്നും കുളിക്കാനും മറ്റും ഇറങ്ങുന്നതിൽ നിന്ന് വിലക്കണമെന്നും ഇത്തരത്തിൽ കുളിക്കാനോ മത്സ്യബന്ധനത്തിനോ പോകുന്നതിനൊക്കെ തന്നെ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ഒക്കെ തന്നെ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് കാലാവസ്ഥാ വകുപ്പ് നിലവിൽ നൽകിയിരിക്കുന്നത്. ശരി, ആതിര രാധാകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് വരും മണിക്കൂറുകളിലും അതീവ ജാഗ്രതയോടുകൂടി തന്നെ മുന്നോട്ട് പോകണമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുള്ളത്. നിലവിൽ അലർട്ടുകൾ പലയിടങ്ങളിലും ഉണ്ട്. അതായത് സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പുകൾ ശക്തമാക്കിയ സാഹചര്യത്തിലാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. 9 ജില്ലകളിലാണ് റെഡ് അലർട്ട് ഉള്ളത്. അതുകൊണ്ട് തന്നെ അടുത്ത 24 മണിക്കൂറിൽ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകണമെന്നുള്ള നിർദ്ദേശമാണുള്ളത്. ഒപ്പം കനത്ത മഴയിലും ഉരുൾപൊട്ടലിലും പത്തനംതിട്ട ജില്ലയിലെ പമ്പയുടെയും അച്ഛൻ കോവിലാറിന്റെയും തീരത്തുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. റാന്നി, ആറന്മുള, കോഴഞ്ചേരി, അപ്പർ കുട്ടനാടൻ മേഖലകളിലാണ് വെള്ളം കയറിയിട്ടുള്ളത്. റാന്നി ടൗണിലും പരിസര പ്രദേശങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലും ഉൾപ്പെടെ വെള്ളം കയറിയതോടെ വലിയ നാശനഷ്ടമാണ് ഉണ്ടായത്. ജില്ലയിൽ 3 ഇടങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. മലയോര മേഖലകളിലേക്കുള്ള എല്ലാ രാത്രി യാത്രകളും നിരോധിച്ചിട്ടുണ്ട്. കണ്ണൻ ദേവാണ് പത്തനംതിട്ടയിൽ നിന്നും ചേരുന്നത്. കണ്ണൻ, 2018 സമാനമായ ഒരു സാഹചര്യമാണ് ഇന്നലെ ഒരൊറ്റ രാത്രി കൊണ്ട് പത്തനംതിട്ടയിൽ, പ്രത്യേകിച്ച് റാന്നിയിലടക്കം അനുഭവപ്പെട്ടത്. നിലവിൽ എങ്ങനെയാണ്? മഴ തോർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണോ? നിലവിലെ ഒരു സ്ഥിതി എങ്ങനെയാണ് അവിടുത്തെ? തീർച്ചയായും നമ്മൾ കഴിഞ്ഞ മണിക്കൂർ, അതായത് ഇന്നലെ രാത്രി മുതൽ ചെറിയ 2-3 മണിക്കൂറുകൾ കൊണ്ട് 2018 പ്രളയസമാനമായ അവസ്ഥയിലാണ് റാന്നിയും അതുപോലെ പമ്പയുടെ തീരങ്ങൾ എല്ലാം വെള്ളം കയറിയത്. വളരെ വേഗത്തിലായിരുന്നു ഈ മലയോര മേഖലകളിൽ പെയ്ത മഴയുടെ വെള്ളം പാച്ചിൽ ഈ റാന്നിയിലും ആറന്മുള, കോഴഞ്ചേരി ഭാഗങ്ങളിലൊക്കെ എത്തിയത്. കഴിഞ്ഞ ദിവസം രാത്രി വനമേഖലയിൽ ഉണ്ടായ കനത്ത മഴയും അതുപോലെ കോന്നി, ചിറ്റാർ എന്നിവിടങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലുമാണ് ഇത്തരത്തിൽ നദിയിൽ വെള്ളം കൂടുതലാവാൻ കാരണമായത്. ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായത് കഴിഞ്ഞ മണിക്കൂറുകളിൽ റാന്നിയിലാണ്. റാന്നിയിലെ വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലും അടക്കം നിരവധി ഇടങ്ങളിലാണ് വെള്ളം കയറിയത്. വലിയ ലക്ഷങ്ങളുടെ നഷ്ടമാണ് വ്യാപാരികൾക്ക് ഉണ്ടായിട്ടുള്ളത്. ഓണം പ്രമാണിച്ച് വാങ്ങി സൂക്ഷിച്ചിരുന്ന സാധന സാമഗ്രികളെല്ലാം വെള്ളം കയറി നശിച്ചിട്ടുണ്ട്. അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു മഴയായിരുന്നു ഇന്നലെ ഉണ്ടായത്. ഈ പുലർച്ചയോടെ വെള്ളം കയറുന്നതിനാൽ ഇത് ആരും അറിഞ്ഞിരുന്നില്ല. രാവിലെ മുതൽ ഇങ്ങോട്ട് വെള്ളം പതിയെ റാന്നി ടൗൺ മുഴുവൻ വിഴുങ്ങുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ താഴേക്ക് ആറന്മുള, കോഴഞ്ചേരി ഭാഗങ്ങളിലേക്ക് വെള്ളം ഇറങ്ങുന്നുണ്ട്. ഈ ആറന്മുള, കോഴഞ്ചേരി, അപ്പർ കുട്ടനാടൻ മേഖലകളിലേക്കാണ് ഇപ്പോൾ വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവിടങ്ങളിലെല്ലാം വലിയ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിലുള്ള എല്ലാ ആളുകളെയും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്ന നടപടികളാണ് ജില്ലാ ഭരണകൂടത്തിന്റെ അടക്കം ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇവർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ അടക്കം നൽകിയിട്ടുണ്ട്. റാന്നിയിലടക്കം പലരെയും ഈ കുടുങ്ങിക്കിടന്നവരെ, ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ വെള്ളത്തിൽ കുടുങ്ങിക്കിടന്നവരെ കോന്നിയിൽ നിന്നും കുട്ടവഞ്ചിയും അതുപോലെ ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും ഡിങ്കി ബോട്ടുകളും ഒക്കെ എത്തിച്ചാണ് അവിടെ നിന്നും രക്ഷപ്പെടുത്തിയത്. ഇപ്പോഴും ഇനിയും ആരെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടോ എന്ന അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. എന്തായാലും മഴയ്ക്ക് അല്പം ശമനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വരും മണിക്കൂറുകളിൽ മഴ കൂടുകയാണെങ്കിൽ ഇവിടങ്ങളിലൊക്കെ വീണ്ടും വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറുന്ന ഒരവസ്ഥ ഉണ്ടാകും.
എന്തായാലും ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം അടക്കം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ആറന്മുള കോഴഞ്ചേരി ഭാഗങ്ങളിലേക്കാണ്. ഈ കഴിഞ്ഞ ദിവസത്തെ ആ മലവെള്ള പാച്ചിലടക്കം ഇവിടേക്ക് ഇപ്പോൾ ഒഴുകി എത്തുന്നുണ്ട്. അതുപോലെ രാത്രി യാത്രയ്ക്കും മറ്റ് പാറമടകൾക്കും അടക്കം നിരോധനം ജില്ലയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ശബരിമല നിറപുത്തരിക്കായി 2-3 വഴികളിൽ തുറക്കുന്ന ദർശനമടക്കം കാര്യങ്ങൾ. ശരി, പത്തനംതിട്ട ജില്ലയിൽ ഇപ്പോൾ നേരിയ രീതിയിൽ മഴയ്ക്ക് ശമനമുണ്ട്. കണ്ണൻ പറഞ്ഞ പോലെ ഈ അച്ചൻകോവിലാറും പമ്പയും ഒക്കെ കര കവിഞ്ഞൊഴുകിയതാണ് താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായത്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ കോഴഞ്ചേരിയിലും ആറന്മുളയിലും ഒക്കെ രാത്രിയിൽ അതീവ ജാഗ്രത വേണ്ട ഒരു പ്രദേശം കൂടിയാണ്. കണ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇടുക്കിയിലേക്ക് വരികയാണെങ്കിൽ അവിടെയും മഴയ്ക്ക് നേരിയ ശമനമുണ്ടെന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ. ജില്ലയിൽ 5 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. കൊട്ടാരക്കര ദേശീയപാതയിൽ കുട്ടിക്കാനം മുതൽ മുണ്ടക്കയം വരെ രാത്രി യാത്ര നിരോധിച്ചിട്ടുണ്ട്. വിനോദസഞ്ചാരത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തി. ജില്ലയിൽ കനത്ത മഴയിൽ വീടിന് മുകളിൽ മണ്ണിടിഞ്ഞു വീണ് 2 പേർ മരിച്ചു. MC ബോബനാണ് ഇടുക്കിയിൽ നിന്നും ചേരുന്നത്. ബോബൻ, അതീവ ജാഗ്രത വേണ്ട ഒരു ജില്ലയാണ് ഇടുക്കി. നിലവിൽ വിനോദസഞ്ചാരികളൊക്കെ കൂടുതൽ എത്തുന്ന ഒരു ജില്ല കൂടിയാണ്. അതുകൊണ്ട് ആ രീതിയിലൊക്കെ എങ്ങനെയാണ് ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകുന്നത്? മഴയ്ക്ക് നേരിയ ശമനമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എങ്കിൽ കൂടി നിലവിലെ ഒരു സ്ഥിതി എങ്ങനെയാണ്? അമ്പിളി, ഇടുക്കി ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. എങ്കിലും ഇടവിട്ട് ശക്തമായി മഴ പെയ്യുന്നത് തന്നെയാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. ഇടുക്കി ജില്ലയിലേക്കുള്ള അനാവശ്യ യാത്രകൾ 2 ദിവസത്തേക്ക് ഒഴിവാക്കണമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. 29 വില്ലേജുകളെയാണ് നിലവിൽ ദുരിതം ബാധിച്ചിരിക്കുന്നത്. മണ്ണിടിച്ചിൽ ഉണ്ടായ സ്ഥലങ്ങളിൽ, അതുപോലെ തന്നെ പെരിയാർ കരകവിഞ്ഞൊഴുകുന്ന പ്രദേശങ്ങളിലും ഉൾപ്പെടെയായി 9 ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇപ്പോൾ തുറന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിനോദസഞ്ചാര മേഖലയുമായി ബന്ധപ്പെട്ട് ഇടുക്കി ജില്ലയിൽ വിനോദസഞ്ചാരത്തിന് പൂർണ്ണ നിരോധനമാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. റെഡ്, ഓറഞ്ച് അലർട്ടുകൾ പിൻവലിക്കുന്നതുവരെ വിനോദസഞ്ചാരികൾ ഇടുക്കി ജില്ലയിൽ സന്ദർശനം നടത്തരുത് എന്നും ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, മറ്റ് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ആളുകളെ മാറ്റേണ്ടതുണ്ടെങ്കിൽ, അപകടാവസ്ഥയിലുള്ള പ്രദേശങ്ങളിൽ നിന്ന്, മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടതുണ്ടെങ്കിൽ റവന്യൂ അധികൃതർ അക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെടൽ നടത്തണമെന്നും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗതാഗത നിയന്ത്രണവും പലയിടങ്ങളിലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദിണ്ടുഗൽ കൊട്ടാരക്കര ദേശീയപാതയിൽ മുണ്ടക്കയത്തിനും കുട്ടിക്കാനത്തിനും ഇടയിലുള്ള പ്രദേശങ്ങളിൽ രാത്രി യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 9 ഇടങ്ങളിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടായതായി ഇപ്പോൾ ജില്ലാ ഭരണകൂടം വിലയിരുത്തിയിരിക്കുന്നത്. എന്തായാലും മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇടവിട്ട് പെയ്യുന്ന മഴ തന്നെയാണ് കൂടുതൽ ആശങ്ക സൃഷ്ടിക്കുന്നത്. കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും ജില്ലാ ഭരണകൂടം സ്വീകരിക്കുന്നുണ്ട്. അമ്പിളി, ശരി, ഇടുക്കിയിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. എങ്കിൽ കൂടി ഇടയ്ക്കിടെ പെയ്യുന്ന ശക്തമായ മഴ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. രാത്രി യാത്രയ്ക്ക് നിരോധനമുണ്ട്. വിനോദസഞ്ചാരത്തിനടക്കം അവിടെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. 2 പേർ ജില്ലയിൽ മരിക്കുകയും ചെയ്തു. അതും റിപ്പോർട്ട് ചെയ്തിരുന്നു. MC ബോബനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി വടക്കൻ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കാസർഗോഡ് ചിറ്റാരിക്കൽ തയ്യനയിൽ മലവെള്ളപ്പാച്ചിൽ 2 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി റിപ്പോർട്ടുണ്ട്. പ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന വായിക്കാനത്ത് ഉരുൾപൊട്ടൽ നടന്നതായി സംശയിക്കുന്നു. ഉച്ച കഴിഞ്ഞ് 2 മണിയോടെ മലവെള്ളം കുത്തി ഒഴുകുകയായിരുന്നു. വിവരങ്ങളുമായി അനൂപ് നീലേശ്വരമാണ് ചേരുന്നത്. അനൂപ്, ഉച്ച കഴിഞ്ഞ് എങ്ങനെയാണ് കാസർഗോട്ടെ ഒരു അവസ്ഥ? കാരണം ഇന്നലെ അവിടെ കടലാക്രമണമൊക്കെ രൂക്ഷമായിരുന്നു ചില ഇടങ്ങളിൽ. ഇന്ന് ജില്ലയിലെ ജാഗ്രതാ നടപടികളൊക്കെ എങ്ങനെയാണ്? അമ്പലയെ ഉച്ച കഴിഞ്ഞാണ് ഈ ഒരു സംഭവം നടന്നതെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അതായത് മലയോര പ്രദേശത്ത് വായിക്കാനം, ഒറ്റക്കുഴി എന്നിവിടങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടായി എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ മലവെള്ളപ്പാച്ചിലാണ് ഉച്ചയ്ക്ക് ഏതാണ്ട് 2:30-3 മണി സമയത്തോടുകൂടി ഉണ്ടായി എന്നാണ് മലയോരത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ മഴ ശക്തമാകുന്നുണ്ട്. ആ മഴ ശക്തമായിക്കൊണ്ടിരിക്കുന്നത് ആശങ്കകൾ ഉയർത്തുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ചില കുടുംബങ്ങളെങ്കിലും മാറ്റി പാർപ്പിക്കേണ്ടി വരുമെന്നാണ് അധികൃതരിൽ നിന്ന് ലഭിക്കുന്ന സൂചന. അതിനുള്ള നടപടികൾ എന്തായാലും സ്വീകരിക്കുമെന്നാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ അറിയിച്ചിരിക്കുന്നത്. 2 കിണറുകൾ മൂടപ്പെട്ടു. അതുപോലെ തന്നെ ഒരു വീടിന്റെ വീടിന്റെ ചില ഭാഗങ്ങൾ എന്നിവയ്ക്ക് കേടുപാട് വെച്ച് എന്നുമാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. അതേസമയം ആളപായമില്ല എന്ന വലിയൊരു ആശ്വാസവുമുണ്ട്. ചിറ്റാരിക്കൽ തയ്യേനി, അതുപോലെ തന്നെ തയ്യേനിയിൽ വായിക്കാനം, ഒറ്റക്കുഴി എന്നിവിടങ്ങളിൽ 2 വില്ലേജുകളിൽ പാലാവയിലും അതുപോലെ തന്നെ മാലോം വില്ലേജിലുമാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായി എന്നാണ് നമുക്ക് കൺട്രോൾ റൂമിൽ നിന്നും ലഭിക്കുന്ന വിവരം. എന്തായാലും ഫയർഫോഴ്സ് അടക്കം അവിടെ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി രക്ഷാപ്രവർത്തനങ്ങൾ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. വലിയ രീതിയിലാണ് ചെളിവെള്ളം കലർന്ന മണ്ണോടുകൂടിയ വലിയ രീതിയിലാണ് മലവെള്ളം കുത്തി ഒഴുകി വന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അമ്പിളി,
ശരി, കാസർഗോഡ് നിന്ന് അനൂപ് നീലേശ്വരമാണ് വിവരങ്ങൾ നൽകിയത്. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് ജില്ലകളിലൊക്കെ ശക്തമായ മഴ തുടരുകയാണ്. മലപ്പുറം കൊണ്ടോട്ടിയിൽ 4 വയസ്സുകാരൻ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. കോഴിക്കോട്, വയനാട് ജില്ലകളിൽ അപകട മേഖലയിൽ നിന്ന് നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ടി.കെ. അരവിന്ദനാണ് വിവരങ്ങളുമായി ചേരുന്നത്. അരവിന്ദൻ, കഴിഞ്ഞ 2-3 ദിവസങ്ങളായി വടക്കൻ കേരളത്തിൽ നല്ല മഴയുണ്ട്. ഇന്നാണ് ഏറ്റവും കൂടുതൽ ശക്തമായത്. പലപ്പോഴും ചെറിയൊരു മഴ പെയ്താൽ തന്നെ പല പ്രദേശങ്ങളും വെള്ളത്തിനടിയിലാകുന്ന ഒരു സാഹചര്യമുണ്ട് വടക്കൻ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ. നമുക്കറിയാം, ഇന്ന് പല അപകടങ്ങളും തലനാരിഴയ്ക്കാണ് വൻ അപകടങ്ങൾ ഒഴിവായിട്ടുള്ളത്. അതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം എങ്ങനെയാണ് ജാഗ്രതാ നടപടികൾ? ശക്തമായ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകണമെന്നുള്ളതാണ് നിർദ്ദേശം. അതുകൊണ്ട് എങ്ങനെയാണ് ഈ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു വിലയിരുത്തലും ഒക്കെ? അമ്പിളി, തീർച്ചയായും മലപ്പുറത്ത് ശക്തമായ മഴ തുടരുകയാണ്. ഇന്നലെ രാത്രി ആരംഭിച്ച മഴയാണ്. രാവിലെ അല്പസമയം ഏതാനും മണിക്കൂറുകൾ ചില ഒഴിവുണ്ടായി എന്ന് ഒഴിച്ചാൽ ബാക്കിയുള്ള സമയമെല്ലാം തുടർച്ചയായ മഴയായിരുന്നു. ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പല ഭാഗത്തുനിന്നും അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ ഏറ്റവും ദാരുണമായ കാര്യങ്ങൾ ഇന്ന് 2 കുട്ടികൾ ഈ അപകടത്തിൽ മരണപ്പെട്ടു എന്നുള്ളതാണ്. കൊണ്ടോട്ടിക്കടുത്ത് നീരാട് തോടിൽ രാവിലെയാണ് ഒരു 4 വയസ്സുകാരൻ ഒഴുക്കിൽപ്പെട്ട് മരണപ്പെട്ടത്. ഉച്ചയ്ക്ക് ശേഷം തിരുവാലിയുണ്ടായ മറ്റൊരു സംഭവത്തിൽ ഒരു 2.5 വയസ്സുകാരൻ ഒഴുക്കിൽപ്പെടുകയുണ്ടായി. കണ്ടമംഗലത്ത് നൊത്തൻ വീട്ടിൽ സൈതാലിയുടെ മകനായ മുഹൈൻ എന്ന കുട്ടിയാണ് അപകടത്തിൽ മരിച്ചത്. ഈ കുട്ടി മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ആളെ കണ്ടില്ല. ഇതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. തുടർന്ന് അന്വേഷണത്തിലാണ് കുട്ടിയെ മരിച്ച നിലയിൽ തോട്ടിൽ കണ്ടെത്തിയത്. എന്തായാലും ആളുകൾ ജില്ലാ ഭരണകൂടം വലിയ തോതിലുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പലയിടങ്ങളിലും വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കൊണ്ടോട്ടിയിലും അതുപോലെ തന്നെ പൊന്നാനിയിലുമെല്ലാം നിരവധി വീടുകൾ തകർന്നു. പൊന്നാനിയിൽ കടലാക്രമണത്തിലാണ് വീടുകൾ തകർന്നത്. കൊണ്ടോട്ടിയിലാകട്ടെ മണ്ണിടിഞ്ഞാണ് വീടുകൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടായത്. അംഗനവാടിക്ക് കേട് സംഭവിച്ചു. ഇത്തരത്തിൽ നിരവധി സംഭവങ്ങൾ ജില്ലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. എന്തായാലും ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട് കൊണ്ടോട്ടിയിൽ. ഇവിടെ 7 പേരെ ഇങ്ങോട്ടേക്ക് 7 കുടുംബങ്ങളെ ഈ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ജില്ലാ ഭരണകൂടം ജാഗ്രത തുടരുകയാണ്. ഒപ്പം ജില്ലയിൽ കനത്ത മഴയും തുടരുകയാണ്. അമ്പടി, വടക്കൻ കേരളത്തിൽ നിന്നുള്ള വിശദാംശങ്ങളാണ് ടി.കെ. അരവിന്ദൻ നൽകിയത്. കോഴിക്കോടും, കണ്ണൂരും, വയനാടും, കാസർഗോഡ് ജില്ലകളിലൊക്കെ ശക്തമായ മഴ തുടരുകയാണ്. ഈ ജില്ലകളിലൊക്കെ ഓറഞ്ച് അലർട്ടാണ് ഉള്ളത്. കോട്ടയം ജില്ലയിൽ കനത്ത മഴയെ തുടർന്ന് ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലിലും വ്യാപക നാശനഷ്ടം. പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിൽ ഉരുൾപൊട്ടലിൽ വീട് ഒലിച്ചുപോയി 2 പേർ മരിച്ചു. തീക്കോയി മംഗളഗിരി 30 ഏക്കറിൽ ഉരുൾപൊട്ടലിൽ 4 വീടുകൾ പൂർണ്ണമായും നശിച്ചു. ജില്ലയുടെ പല ഭാഗത്തും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായി. ഈരാറ്റുപേട്ട, പാലാ നഗരങ്ങളിൽ വെള്ളം കയറി. അതേസമയം ജില്ലയിൽ മഴ തുടരുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. വെള്ളിയാഴ്ച രാത്രിയിൽ പെയ്ത ശക്തമായ മഴയെ തുടർന്ന് ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലകളിൽ നിരവധി സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായി. പൂഞ്ഞാർ, തെക്കേക്കര, തീക്കോയി പഞ്ചായത്തുകളിലാണ് കൂടുതൽ മഴക്കെടുതികൾ അനുഭവപ്പെട്ടത്. തെക്കേക്കര പഞ്ചായത്തിലെ പയ്യാനത്തോട്ടം വണ്ടൻപ്ലാവിൽ ഉരുൾപൊട്ടലിൽ ഒരു വീട് ഒലിച്ചുപോയി. വീട്ടിലുണ്ടായിരുന്ന അമ്മയും മകനും മരിച്ചു. മാമ്പള്ളിൽ ജോണിയുടെ ഭാര്യ റജീന, മകൻ ജോസഫിൻ എന്നിവരാണ് മരിച്ചത്. റജീനയുടെയും ജോസഫിന്റെയും മൃതദേഹങ്ങൾ രാവിലെ സംഭവസ്ഥലത്തു നിന്ന് തന്നെ കണ്ടെത്തി. സന്നദ്ധ സംഘടനാ പ്രവർത്തകരും പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് നടത്തിയ മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിലാണ് മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. തീക്കോയി ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡിൽ മംഗളഗിരി 30 ഏക്കറിൽ 4 ഉരുൾപൊട്ടലുണ്ടായി. 4 വീടുകൾ പൂർണ്ണമായി തകർന്നു. 1 കാറും 2 മുച്ചക്ര വാഹനങ്ങളും 4 ഇരുചക്ര വാഹനങ്ങളും ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയി. പൂഞ്ഞാറിലും തീക്കോയിലും ഉണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് കഴിഞ്ഞ രാത്രി ഈരാറ്റുപേട്ട ടൗൺ വെള്ളത്തിലായി. വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് വലിയ നാശനഷ്ടമാണ് ഉണ്ടായത്. നടക്കൽ, മുരിക്കോലി ഭാഗങ്ങളിൽ 100 കണക്കിന് വീടുകളിൽ വെള്ളം കയറി. 2018 ഇത്രയും വെള്ളപ്പൊക്കം ഉണ്ടായില്ല. 2019 വെള്ളപ്പൊക്കത്തിൻ്റെ ഇരട്ടി വെള്ളപ്പൊക്കമാണ് ഇപ്പോൾ. കാരണം വെച്ചാൽ ഇത് ശരിക്കും പറഞ്ഞാൽ അന്നൊക്കെ ഉണ്ടായത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലാണ് വെള്ളം കയറിയത്. അതായത് താഴ്ന്ന പ്രദേശങ്ങൾ, ആറിൻ്റെയും ചെറിയ പുഴകളുടെയൊക്കെ സൈഡ്. പക്ഷേ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈരാറ്റുപേട്ട ടോട്ടലി വെള്ളത്തിൽ മുങ്ങിയ അവസ്ഥയാണ്. കാരണം വെച്ചാൽ ഈരാറ്റുപേട്ട സെൻട്രൽ ജംഗ്ഷനിൽ പോലും, ഇവിടെ കോസ്വേയിൽ, ഈരാറ്റുപേട്ടയിലെ എല്ലാ പ്രദേശങ്ങളും വെള്ളത്തിൽ മുങ്ങി. അതായത് കച്ചവട സ്ഥാപനങ്ങളടക്കം പൂർണ്ണമായിട്ടും എല്ലാ കെട്ടിടങ്ങളുടെയും 1-ാം നില വെള്ളത്തിൽ മുങ്ങി. ഉച്ചയോടെ പാലാ നഗരത്തിലും വെള്ളം കയറി. കുരിശുപള്ളിക്കവല, കൊട്ടാരമറ്റം, ലാലം പാലം ജംഗ്ഷൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ വെള്ളം കയറിയതോടെ നഗരത്തിൽ ഗതാഗതം തടസ്സപ്പെട്ടു. തീക്കോയി ഗ്രാമപഞ്ചായത്തിലെ തലനാട് കവലപ്പാലത്തിന് സമീപം രാത്രി 2 മണിയോടെ ഉണ്ടായ ശക്തമായ വെള്ളപ്പാച്ചിലിൽ
50ഓളം വീടുകളിൽ വെള്ളം കയറി. 30 വീടുകളിലെ മുഴുവൻ വീട്ടുപകരണങ്ങളും നിരവധി വളർത്തുമൃഗങ്ങളും ഒഴുകിപ്പോയി. മീനച്ചിൽ താലൂക്കിൽ മഴക്കെടുതികളുണ്ടായ പ്രദേശങ്ങൾ ജനപ്രതിനിധികൾ, ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി, റവന്യൂ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സന്ദർശിച്ചു. ഈരാറ്റുപേട്ട, പൂഞ്ഞാർ മേഖലകളിൽ അടിയന്തര ദുരന്ത നിവാരണ നടപടികൾ സ്വീകരിക്കാൻ മന്ത്രി മോൻസ് ജോസഫിന്റെ അധ്യക്ഷതയിൽ ഈരാറ്റുപേട്ടയിൽ യോഗം ചേർന്നു. പൂഞ്ഞാർ തെക്കേക്കരയിൽ പ്രകൃതി ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് അടിയന്തര സഹായം ലഭ്യമാക്കുമെന്ന് മന്ത്രി അറിയിച്ചു. ഈരാറ്റുപേട്ടയിൽ പ്രത്യേക കൺട്രോൾ റൂം തുറക്കാൻ മന്ത്രി ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. ഉച്ചയോടെ മഴ വീണ്ടും ശക്തി പ്രാപിച്ചത് ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. മലയോര മേഖലയിൽ ഉള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. താലൂക്ക് കേന്ദ്രങ്ങളിൽ കൺട്രോൾ റൂമുകൾ പ്രവർത്തനം ആരംഭിച്ചു. ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മീനച്ചിൽ താലൂക്കുകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകളും തുറന്നിട്ടുണ്ട്. ജില്ലയിൽ എല്ലാ തരത്തിലുമുള്ള ഖനന പ്രവർത്തനങ്ങളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനവും തടഞ്ഞ് ജില്ലാ കളക്ടർ ഉത്തരവും ഇറക്കി. അമൃത ന്യൂസ്, കോട്ടയം. കിഴക്കൻ ജില്ലകളിൽ മഴ ശക്തമായതിനെ തുടർന്ന് വെള്ളപ്പൊക്ക മുന്നൊരുക്കം ശക്തമാക്കി ആലപ്പുഴ ജില്ലാ ഭരണകൂടം. തോട്ടപ്പള്ളി ഷട്ടറുകൾ തുറന്നു. മുന്നൊരുക്കങ്ങൾ ജില്ലാ കളക്ടർ ഷാജി വി നായർ വിലയിരുത്തി. മഴയും കിഴക്കൻ വെള്ളത്തിന്റെ വരവും ശക്തമായതോടെ ജില്ലയിലെ വെള്ളപ്പൊക്ക മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ വിലയിരുത്തി ജില്ലാ ഭരണകൂടം. കളക്ടർ ഷാജി വി നായരുടെ നേതൃത്വത്തിൽ തോട്ടപ്പള്ളി പൊഴി സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. അപ്പർ കുട്ടനാട് മേഖലയിൽ വെള്ളമുയർന്നു തുടങ്ങുന്ന സാഹചര്യം കണക്കിലെടുത്ത് തോട്ടപ്പള്ളി സ്പിൽവേ ഷട്ടറുകളും തുറന്നു. 40 ഷട്ടറുകളിൽ 39 എണ്ണം പ്രവർത്തനക്ഷമമാണ് എന്നും കുട്ടനാട്ടിൽ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നും കളക്ടർ ഷാജി വി നായർ പറഞ്ഞു. നമ്മൾ മുന്നൊരുക്കങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് രാവിലെ തന്നെ മീറ്റിംഗ് വിളിച്ചിരുന്നു. എല്ലാ ബന്ധപ്പെട്ട LLSCD, അതുപോലെ ആരോഗ്യവകുപ്പ്, പോലീസ്, എല്ലാവരുടെയും കൂടെ മീറ്റിംഗ് വിളിച്ചിരുന്നു. അവിടുത്തെ ബന്ധപ്പെട്ട എല്ലാവരും നാളെ നമ്മൾ വർക്കിംഗ് ആക്കാൻ തീരുമാനിച്ചു. കാരണം ഈ വെള്ളം വരുന്ന സമയത്തുള്ള മുന്നൊരുക്കങ്ങൾക്ക് റവന്യൂ വകുപ്പിൻ്റെയും LSCDയുടെയും ഉൾപ്പെടെയുള്ള പോലീസ് ഉൾപ്പെടെയുള്ളവരുടെ മേൽനോട്ടം ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുട്ടനാട്ടിലെയും അതുപോലെ ചെങ്ങന്നൂർ ഉൾപ്പെടെയുള്ള എല്ലാ താലൂക്കിലെയും നമ്മുടെ ക്യാമ്പുകൾ നമ്മൾ ഇന്ന് തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടേക്കുള്ള ഡ്യൂട്ടി ഉദ്യോഗസ്ഥന്മാരെ നിയോഗിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതിലെ വെള്ളം പ്രധാനമായി ഒഴുകി പോകുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ തോട്ടപ്പള്ളി സ്പിൽവേയിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ കൃത്യമായ ഒരു പരിശോധനയോടെ നടത്തിയത്. 39 ഷട്ടറുകൾ വർക്കിംഗ് ആണ്. 40 ഷട്ടറുകൾ 39 ഷട്ടറും വർക്കിംഗ് ആണ്. അതിലിപ്പം ഏതാണ്ട് 30ഓളം ഷട്ടറുകൾ ഓപ്പൺ ചെയ്തു. 34 ഷട്ടറുകൾ ഓപ്പൺ ചെയ്തു കഴിഞ്ഞു. കുട്ടനാട്ടിൽ വെള്ളമുയർന്നാലും തോട്ടപ്പള്ളിയിലെ ഷട്ടർ തുറക്കുന്നതോടെ വെള്ളം കടലിലേക്ക് ഒഴുകും. അതിനാൽ തന്നെ വെള്ളപ്പൊക്ക ഭീതി വേണ്ട. നിലവിൽ അന്ധകാര നഴിയിലെ 4 ഷട്ടറുകളും മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി തുറന്നിട്ടുണ്ട്. ജില്ലയിൽ ആദ്യം വെള്ളമുയരുന്നത് ചെങ്ങന്നൂരിലാണ്. ഇത് കണക്കിലെടുത്താണ് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ തയ്യാറെടുപ്പുകൾ മുൻകൂട്ടി ആരംഭിച്ചത്. അതേസമയം തോട്ടപ്പള്ളിയിലെ ഷട്ടറുകളിൽ ഭൂരിഭാഗവും പ്രവർത്തനക്ഷമമല്ല എന്നാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന ആക്ഷേപം. അമൃത ന്യൂസ്, ആലപ്പുഴ. കാസർഗോഡ് ജില്ലയുടെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണം രൂക്ഷം. കാസർഗോഡ് കാവുകോളി കടപ്പുറത്ത് തീരദേശ റോഡ് 400 മീറ്ററോളം തകർന്നു. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിന്റെ മതിലും ശക്തമായ തിരയിടിച്ചിലിൽ തകർന്നു വീണു. ജില്ലയുടെ തീരപ്രദേശങ്ങളിൽ കഴിഞ്ഞ ഒരാഴ്ചയായി തുടരുന്ന കടലാക്രമണം മഴ കനത്തതോടെ രൂക്ഷമായി. കാസർഗോഡ് കാവുകോളി കടപ്പുറത്ത് തീരദേശ റോഡ് തകർന്നത് നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് ദുരിതമായി. ശക്തമായ തിരയിടിച്ചിലിൽ 400 മീറ്റർ ദൂരത്തേക്ക് റോഡ് തകർന്നു. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിന്റെ മതിലും തകർന്നു. CPCRAയുടെ എക്സ്പെരിമെന്റൽ ഫാമിന്റെ കെട്ടുറപ്പുള്ള മതിൽ കഴിഞ്ഞ ദിവസമാണ് തകർന്നു വീണത്. തീരദേശ റോഡ് തകർന്ന സ്ഥലത്ത് ഇലക്ട്രിക് പോസ്റ്റുകൾ ഏത് സമയവും നിലംപതിക്കാവുന്ന അവസ്ഥയിലാണ്. കാവുകോളി 100 മീറ്ററോളം കടൽ കരകയറിയതായി പ്രദേശവാസികൾ പറഞ്ഞു. തീരദേശ റോഡ് ഒരു 400 മീറ്റർ അത്ര റോഡ് പോയി. ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് വേറെ ആസ്പത്രി പോകാനോ മറ്റുള്ള ഗ്യാസ് കൊണ്ടുവരാനോ ഉള്ള വ്യവസ്ഥകളൊന്നും ഇപ്പോൾ ഇല്ല. അങ്ങനെ കൊണ്ട് എത്രയും പെട്ടെന്ന് എല്ലാ അധികാരികളും വന്ന് ഇതിന് വേണ്ടതായ നടപടി എടുക്കണമെന്നാണ് നമ്മൾ അപേക്ഷിക്കുന്നത്. ഹൊസ്ദുർഗ് താലൂക്കിലെ വലിയപറമ്പ്, മാവില കടപ്പുറം, പടന്ന കടപ്പുറം എന്നിവിടങ്ങളിലും കടലാക്രമണം രൂക്ഷമാണ്. ഈ പ്രദേശങ്ങളിൽ കഴിഞ്ഞ 3 ദിവസത്തിനിടയിൽ 50-ൽ പരം തെങ്ങുകൾ കടപുഴകി വീണു. അമൃത ന്യൂസ്, കാസർഗോഡ്. മറ്റു വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ PM ശ്രീ പദ്ധതിയെ ചൊല്ലിയുള്ള പുതിയ വിവാദത്തിൽ UDF-നുള്ളിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുക്കുന്നു. പദ്ധതിക്കെതിരെ മുസ്ലിം ലീഗ് പരസ്യമായി വന്നതിൽ കോൺഗ്രസിന് അതൃപ്തി. അന്തിമ തീരുമാനം വൈകുമെന്ന് സൂചന. അതേസമയം സംഘപരിവാറിന് UDF അണികളെ ഒറ്റുകൊടുത്ത് കിട്ടുന്ന ബ്ലഡ് മണിയാണ് PM ശ്രീ ഫണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. PM ശ്രീ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്ന് UDF യോഗശേഷം കൺവീനർ അടൂർ പ്രകാശ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയതാണ് പുതിയ വിവാദത്തിന്റെ തുടക്കം. മന്ത്രിസഭാ ഉപസമിതി ഇക്കാര്യത്തിൽ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുകയോ അന്തിമ തീരുമാനമാകുകയോ ചെയ്യാത്ത വിഷയത്തിൽ മുസ്ലിം ലീഗാണ് വിയോജിപ്പ് പരസ്യമാക്കിയത്. PM ശ്രീ നടപ്പാക്കുന്ന കാര്യം ഉറപ്പില്ല എന്നാണ് PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചത്. ലീഗ് പ്രതിഷേധവുമായി രംഗത്ത് വന്നതോടെ അടൂർ പ്രകാശ് നിലപാടിൽ മലക്കം മറിയുകയും ചെയ്തു.
ഇതോടെ മുസ്ലിം ലീഗിന്റെ പ്രതിഷേധത്തിനിടെ പദ്ധതി നടപ്പാക്കാൻ കോൺഗ്രസ് ഒരുങ്ങുന്നുവെന്ന പ്രതീതി ഉടലെടുത്തു. ലീഗിന്റെ പരസ്യ പ്രതികരണത്തിൽ കോൺഗ്രസിനുള്ളിൽ അമർഷം പുകയുകയാണ്. മന്ത്രിസഭാ ഉപസമിതിയെ വെക്കാനും തുടർ നടപടിയുമായി മുന്നോട്ടു പോകാനും ഒരുമിച്ചെടുത്ത തീരുമാനമാണ്. എന്നാൽ പൊടുന്നനെ ലീഗ് ഭിന്നത പ്രകടിപ്പിച്ചത് UDF-നുള്ളിൽ ആശയക്കുഴപ്പമുണ്ട് എന്ന പ്രചരണത്തിനിടയാക്കിയെന്നാണ് കോൺഗ്രസിന്റെ വിമർശനം. പദ്ധതിയുടെ കാര്യത്തിൽ ഉടൻ അന്തിമ തീരുമാനം എടുക്കേണ്ടതില്ല എന്നാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ നിലപാട്. അതേസമയം PM-ശ്രീ ഫണ്ട് കേരളം വാങ്ങിയിട്ടില്ല എന്നും പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതിൽ തടസ്സമില്ല എന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കിയതോടെ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് രംഗത്ത് വന്നു. UDF പ്രചരിപ്പിച്ചു വന്ന കാര്യം ഒരു തരത്തിലും ഇതിൽ നിന്ന് പുറകോട്ട് പോകാൻ കഴിയില്ല. കാരണം ഈ LDF-കാർ ഈ MOU ഒപ്പിട്ട് കഴിഞ്ഞു. MOU ഒപ്പിട്ടാൽ പിന്നെ അതിൽ നിന്ന് പുറകോട്ട് പിന്മാറാൻ പറ്റില്ല. പിന്മാറാൻ എപ്പോഴും അവകാശമുണ്ട്. സ്കൂളുകളുടെ ലിസ്റ്റ് നൽകിയില്ലെങ്കിൽ ഈ പദ്ധതി നടപ്പാക്കാനാവില്ല. UDF ഇവിടെ എന്താ ആലോചിക്കുന്നത്? മോഡൽ സ്കൂളുകളുടെ ലിസ്റ്റ് നൽകാനാണ്. ഇവിടെ LDF ഒപ്പിട്ട MOU-യുടെ ഭാഗമായിട്ട് ഒരു ഘട്ടത്തിലും അതിൻ്റെ ഭാഗമായി സ്വീകരിക്കേണ്ട ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്ന് ആവർത്തിച്ച് ഞാൻ പറഞ്ഞു. ഒരു തവണയല്ല, ഞാൻ ഈ പത്രസമ്മേളനത്തിൽ നിരവധി തവണ അത് പറഞ്ഞു. ബുധനാഴ്ചയാണ് മന്ത്രിസഭാ ഉപസമിതിയുടെ അവസാന യോഗം. സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുകയാണെങ്കിൽ അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ വിഷയം പരിഗണിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ആസൂത്രണ ബോർഡിലെ ചീഫ് തസ്തികയിലെ നിയമനവുമായി ബന്ധപ്പെട്ട ക്രമക്കേട് ആരോപണത്തിൽ PSC ചെയർമാനിലേക്ക് അന്വേഷണം നീളുന്നു. CPM അനുകൂല സർവീസ് സംഘടനാ നേതാവിന് ചട്ടങ്ങൾ മറികടന്ന് നിയമനം നൽകിയതിൽ ചെയർമാന് വ്യക്തമായ പങ്കുണ്ടെന്ന വിലയിരുത്തലിലാണ് അന്വേഷണ സംഘം. ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്നതിലൂടെ കാര്യങ്ങൾക്ക് വ്യക്തത വരുമെന്നും ക്രൈംബ്രാഞ്ച് വിലയിരുത്തുന്നു. എന്നാൽ ചെയർമാനെതിരെയുള്ള നീക്കം മറ്റൊരു അജണ്ടയുടെ ഭാഗമാണെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ പ്രതികരണം. 58 മാർക്കിൻ്റെതായിരുന്നു 9 മുതൽ 18 വരെയുള്ള 10 ചോദ്യങ്ങൾ. ഇതിന് 1ാം റാങ്കുകാരൻ ഒഴിവാക്കിയത് 6 ഉത്തരങ്ങളാണ്. അറ്റൻഡ് ചെയ്ത 4 ചോദ്യങ്ങളിൽ 2 എണ്ണത്തിൽ മാത്രമാണ് മികച്ച രീതിയിൽ ഉത്തരം നൽകിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരാൾ അഭിമുഖം കഴിയുമ്പോൾ 1ാം റാങ്കിലെത്തി എന്നതാണ് ക്രമക്കേടിലേക്ക് വിരൽ ചൂണ്ടിയത്. പരീക്ഷയ്ക്ക് ശേഷമുള്ള അഭിമുഖത്തിൽ ചെയർമാൻ ഉണ്ടാവേണ്ടതാണ്. അതുകൊണ്ട് തന്നെ റാങ്ക് ലിസ്റ്റ് ചെയർമാൻ കാണാതെ പ്രസിദ്ധീകരിക്കുകയുമില്ല. ഇക്കാര്യങ്ങൾ ബോധ്യപ്പെട്ടതോടെയാണ് ഇടതു നേതാവിനെ സഹായിക്കാൻ മൂല്യനിർണ്ണയം അട്ടിമറിച്ചതായി പ്രത്യേക അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്നതിലൂടെ ചെയർമാന്റെ ഇടപെടൽ ബോധ്യമാകുമെന്ന് ക്രൈംബ്രാഞ്ച് കണക്കുകൂട്ടുന്നു. ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം ചെയർമാനിലേക്കും എത്തും. ഉദ്യോഗസ്ഥർക്കെതിരായ നിയമ നടപടി ഉടൻ ഉണ്ടായേക്കുമെന്നാണ് സൂചന. ക്രൈംബ്രാഞ്ച് സംഘം വീണ്ടും PSC ആസ്ഥാനത്തെത്തി പരീക്ഷാരേഖകളുടെ സർട്ടിഫൈഡ് കോപ്പി ആവശ്യപ്പെടും. മൂല്യനിർണ്ണയത്തിൽ ക്രമക്കേട് നടന്നില്ലായിരുന്നുവെങ്കിൽ 1ാം റാങ്ക് നേടിയ ഉദ്യോഗാർത്ഥി റാങ്ക് പട്ടികയിൽ പോലും ഇടം നേടില്ല എന്നായിരുന്നു SIT-യുടെ കണ്ടെത്തൽ. ഇതോടെയാണ് അന്വേഷണം PSC ചെയർമാനിലേക്കും ഉദ്യോഗസ്ഥരിലേക്കും എത്തുന്നത്. എന്നാൽ ചെയർമാനെതിരെയുള്ള നീക്കം മറ്റൊരു അജണ്ടയുടെ ഭാഗമാണെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ പ്രതികരണം. അത് വേറൊരു അജണ്ടയാണ്. നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്നത് PSC മുഖേനയാണ്. ആ PSC-യുടെ കാര്യക്ഷമത അത് തകർക്കാനാകുമോ എന്നൊരു നോട്ടം നേരത്തെ തന്നെ ചിലർക്കുണ്ടായിരുന്നു. നിയമനത്തിന് തടസ്സങ്ങൾ വരണം, അതിന് PSC-യെ ദുർബലപ്പെടുത്തണം എന്നൊരു തോന്നലുണ്ടോ? ആ അജണ്ടയുടെ ഭാഗമാണോ? അത് കൂടുതൽ വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. PSC നിയമന ക്രമക്കേട് പുറത്തു വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് CPM വിഷയത്തിൽ പ്രതികരണം നടത്തുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP കൗൺസിലർ സുഗതന്റെ അവധി അപേക്ഷ സംബന്ധിച്ച ആഭ്യന്തര വകുപ്പിന്റെ സർക്കുലറിൽ വിവാദം പുകയുന്നു. കോൺഗ്രസ് RSS ഡീൽ ഉയർത്തി പ്രതിഷേധത്തിനൊരുങ്ങിയ LDF. കാപ്പ കേസിലെ പ്രതിയെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. സുഗതന്റെ അവധിക്കെതിരെ ഹൈക്കോടതിയെ ഉടൻ സമീപിക്കാനൊരുങ്ങുകയാണ് CPM. അതേസമയം ആഭ്യന്തര വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയുടെ കത്തിൽ അന്വേഷണം തുടരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP കൗൺസിലർ R സുഗതന്റെ 6 മാസത്തെ അവധി അപേക്ഷയാണ് കൗൺസിൽ യോഗം ചേർന്ന് പാസാക്കിയത്. ഇതിനാധാരമാക്കിയത് ആഭ്യന്തര വകുപ്പ് പുറത്തിറക്കിയ സർക്കുലറായിരുന്നു. സുഗതൻ ആഭ്യന്തര വകുപ്പിന് നൽകിയ അവധി അപേക്ഷയിൽ അഡീഷണൽ സെക്രട്ടറി നൽകിയ മറുപടിയാണ് സർക്കുലർ രൂപത്തിൽ പുറത്തുവന്നത്. കോർപ്പറേഷൻ കൗൺസിൽ ചേരുമ്പോൾ അവധി അപേക്ഷ വോട്ടിനിട്ട് പാസാക്കുകയാണെങ്കിൽ അംഗീകരിക്കപ്പെടുമെന്നാണ് സർക്കുലർ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ ഇങ്ങനെ ഒരു സർക്കുലർ ആഭ്യന്തര വകുപ്പോ മന്ത്രിയോ അറിഞ്ഞിരുന്നില്ല.
കൗൺസിൽ യോഗത്തിൽ മേയർ സർക്കുലർ ഉയർത്തിക്കാട്ടിയാണ് പ്രതിരോധം തീർത്തത്. ഇതോടെയാണ് വിവാദ സർക്കുലറിൽ അന്വേഷണം ആരംഭിച്ചത്. അതേസമയം LDF ആകട്ടെ വിഷയം സർക്കാരിനെതിരെ ആയുധമാക്കുകയാണ്. RSS കോൺഗ്രസ് ഡീലിന്റെ ഭാഗമായുള്ള അജണ്ടയാണ് കോർപ്പറേഷനിൽ നടപ്പാക്കിയതെന്ന് CPM ആരോപിച്ചു. കാപ്പ കേസിലെ പ്രതിയെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് നടപ്പാക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. ഒരു ആള് കാപ്പയുടെ ഭാഗമായി ജയിലിലാകുന്നു. നിർഭാഗ്യകരമായൊരു കാര്യമാണിത്. ഇതിൽ ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗമായിട്ടാണ് കാപ്പയിൽ ഉൾപ്പെടുത്തി പോകുന്നത്. ഇങ്ങനെയൊക്കെ നടപടികൾ സ്വീകരിച്ചാൽ നിങ്ങൾക്ക് സംരക്ഷണം കിട്ടും എന്ന് അങ്ങോട്ട് അറിയിക്കുകയാണ്. അത് വളരെ വിചിത്രമായൊരു കാര്യമാണ്. ഇവിടെയാണ് ഈ പറഞ്ഞ ഡീലിൻ്റെ മറ്റൊരു ഭാഗം വരുന്നത്. RSSഉം UDFഉം തമ്മിലുള്ള ഡീലിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വരുന്നത്. സുഗതന് 6 മാസം അവധി അനുവദിച്ചതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുകയാണ് CPM. അതേസമയം ആഭ്യന്തര അഡീഷണൽ സെക്രട്ടറി ഇത്തരത്തിൽ സർക്കുലർ ഇറക്കിയതിൽ കടുത്ത അമർഷത്തിലാണ് മന്ത്രി രമേശ് ചെന്നിത്തല. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മുഖ്യമന്ത്രി VD സതീശന്റെ ഹെലികോപ്റ്റർ യാത്രയിൽ തെറ്റില്ലെന്ന് ആരോഗ്യമന്ത്രി K മുരളീധരൻ. കാലത്തിനനുസരിച്ച് മാറ്റങ്ങളാകാം. ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിനെ മുമ്പ് ആരും വിമർശിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിപ്പോ കാലം മാറുമ്പോ കാറിന് പോയാൽ ഹെലികോപ്റ്റർ എടുക്കും. അതിപ്പോ എന്താ അത്ര വലിയ കാര്യം? ഏതാ കഴിഞ്ഞ സർക്കാരിനകത്ത് അങ്ങനെയല്ലായിരുന്നു പറഞ്ഞത്. എന്താ പറഞ്ഞിരുന്നത്? ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നതിലൊന്നും ആരും വിമർശിച്ചിട്ടൊന്നുമില്ല. കാലം മാറുന്നതനുസരിച്ച് അത് കഴിഞ്ഞ മുഖ്യമന്ത്രി ദുരിതബാധിത പ്രദേശങ്ങളിൽ ഒരിക്കൽ പോയപ്പോ അന്നത്തെ പ്രതിപക്ഷ രമേശ് ചെന്നിത്തല ഒപ്പം പോയിരുന്നല്ലോ. അത് വലിയ അത്ഭുതമാണോ? സർക്കാരിന്റെ ഖജനാവുന്ന കാശ് ചെലവായിട്ടുണ്ടോ? ഇല്ലല്ലോ. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്വർണ്ണ വജ്ര ആഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് കളക്ഷനുമായി റീഗൽ ജ്വല്ലേഴ്സിന്റെ അറ്റ്ലിയർ സിഗ്നേച്ചർ ഷോയ്ക്ക് കോഴിക്കോട് തുടക്കമായി. ആഭരണങ്ങളിലെ പുതിയ ഡിസൈൻ ട്രെൻഡുകളും കരവിരുതിന്റെ വൈദഗ്ധ്യവും അടുത്തറിയാനുള്ള അവസരമാണ് മാവൂർ റോഡിലെ ഷോറൂമിലെ പ്രദർശനത്തിൽ ഒരുക്കിയിരിക്കുന്നത്. സ്വർണ്ണാഭരണ വിപണന രംഗത്തെ പ്രമുഖ ഗ്രൂപ്പായ റീഗൽ ജ്വല്ലേഴ്സ് ആഭരണങ്ങളിലെ വൈവിധ്യങ്ങൾ പരിചയപ്പെടുത്തുക എന്നതാണ് കോഴിക്കോട് മാവൂർ റോഡിലെ റീഗൽ ജ്വല്ലേഴ്സ് ഷോറൂമിൽ ഒരുക്കിയ അറ്റേലിയർ സിഗ്നേച്ചർ ഷോയുടെ ലക്ഷ്യം. പാരമ്പര്യവും ആധുനിക ഡിസൈൻ സങ്കല്പങ്ങളും സമന്വയിപ്പിച്ച അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഹാൻഡ് പിക്ഡ് ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരമാണ് ഉപഭോക്താക്കൾക്കായി ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. വ്യത്യസ്ത അഭിരുചികളുള്ള ഉപഭോക്താക്കളെ ലക്ഷ്യമിട്ട് തയ്യാറാക്കിയ സ്വർണ്ണ വജ്ര ആഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് കളക്ഷനുകളാണ് പ്രദർശനത്തിന്റെ പ്രധാന ആകർഷണം. ഇന്റർനാഷണൽ എക്സ്ക്ലൂസീവ് ഡിസൈനർ ആഭരണങ്ങളുടെ അപൂർവമായ കളക്ഷൻസ് ആണ് അറ്റ്ലിയർ സിഗ്നേച്ചർ എക്സിബിഷൻ ഷോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ന്യൂ ട്രെൻഡി ഡിസൈനർ ആഭരണങ്ങളുടെ അപൂർവമായ കളക്ഷൻസും ഈ ദിവസങ്ങളിൽ ഞങ്ങളിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ജൂലൈ 31, ഓഗസ്റ്റ് 1, 2 തീയതികളിലാണ് റീഗൽ ജ്വല്ലേഴ്സ് കാലിക്കറ്റ് ബ്രാഞ്ചിൽ ഈ എക്സിബിഷൻ നടക്കുന്നത്. പഴയ സ്വർണ്ണാഭരണങ്ങൾ 0% ഡിഡക്ഷനിൽ പുതിയ ഡിസൈനിലേക്ക് മാറ്റി മേടിക്കാനുള്ള സുവർണ അവസരം ഞങ്ങൾ ഈ ദിവസം ഒരുക്കിയിട്ടുണ്ട്. പഴയ സ്വർണ്ണാഭരണങ്ങൾ കിഴിവുകളോടെ പുതിയ ഡിസൈനുകളിലേക്ക് മാറ്റിയെടുക്കാനുള്ള സുവർണാവസരവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഓഗസ്റ്റ് 2 പ്രദർശനം അവസാനിക്കും. അമൃത ന്യൂസ്, കോഴിക്കോട്.